വിക്കിയെ കണ്ട് പലരും അന്തം വിട്ട് കൂടിയതുകൊണ്ട് മുൻപ് അവനൊപ്പം ഗോസിപ്പിൽ നിറഞ്ഞ പെൺകുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ചിലർ മനസ്സിലാക്കി. എൻ്റെ പൊന്നു സാറേ, ഈ കൊച്ചിനെ പണ്ടേ അറിയാം. ഞാൻ ഒരു പരിചയം പുതുക്കിയതല്ലേ. അവൻ കോളർ നേരെയിട്ട് വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞപ്പോൾ വിക്കി അവനെ വീണ്ടും തല്ലാൻ ഓങ്ങിയപ്പോൾ അച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചു തടഞ്ഞു. വേണ്ട വിക്രം, നീ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ചു പറഞ്ഞപ്പോൾ വിക്കി ചുറ്റും നോക്കി. പലരും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. വൈദേഹി, നിനക്കറിയോ അവനെ? വിക്കി ചോദിച്ചപ്പോൾ അവൾ ഭയത്തോടെ നിൽക്കുന്നത് കണ്ട് വിക്കിക്ക് അവൾക്കവനെ നേരത്തെ പരിചയമുണ്ടെന്ന് മനസ്സിലായി. ആൾക്കാർക്കിടയിൽ നിന്നും പ്രിയപ്പെട്ടവന്റെ സുഗന്ധം അടുത്തെത്തിയപ്പോൾ വൈദു പിടച്ചിലൂടെ കണ്ണുകൾ ഉയർത്തി നോക്കി. വല്ലാത്തൊരു ഭാവത്തോടെ നടന്ന് അടുത്തു വരുന്നവന്റെ നെഞ്ചിൽ ഓടിച്ചെന്ന് വീഴുമ്പോൾ ആൾത്തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടുപോയി അമ്മയെ തിരികെ കിട്ടിയ ഭാവമായിരുന്നു അവളുടേത്. വിക്രം അവളെ പിടിച്ചു ചേർത്ത് മുന്നോട്ട് നോക്കി. ഇത്തവണ അവന്റെ ഭാവം തൻ്റെ പെണ്ണിനെ തന്നെ വക്രമായി നോക്കി നിൽക്കുന്നവനെ ദഹിപ്പിക്കാൻ പാകത്തിനുള്ളതായിരുന്നു. അവനാണ് അവളുടെ ഭർത്താവെന്ന് തിരിച്ചറിഞ്ഞവൻ ഉമ്മിനീരിറക്കി നോക്കിപ്പോയി. ഡോക്ടർ, അവന് സിമെന്റ് കോളനിയിൽ വെച്ച്, നെഞ്ചിൽ മുഖമമർത്തി വെച്ച് വിറയലോടെ അവൾ പറഞ്ഞപ്പോഴാണ് വിക്രത്തിനു മനസ്സിലായത്. അച്ചുവും അവനെ സൂക്ഷിച്ചു നോക്കി. മുൻപ് ചന്തു പറഞ്ഞത് അവൻ ഓർമ്മ വന്നു. പക്ഷേ വിക്കിക്ക് മാത്രം കാര്യം മനസ്സിലായില്ല. ചാരു, ഏട്ടത്തെയും കൂട്ടി താഴേക്ക് വയ്ക്കോ, വിക്രം ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ ചാരു വന്ന് കയ്യിൽ പിടിച്ചപ്പോൾ വിക്രത്തിന്റെ മുഖത്തൊന്ന് നോക്കിയിട്ട് അവൾക്കൊപ്പം നടന്നു നീങ്ങി. ചില സ്റ്റാഫ്സ് വന്ന് അവരോട് കാര്യം എന്താണെന്ന് തിരക്കി. അവരോട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് വിക്രം അവനെ രൂക്ഷമായെന്ന് നോക്കിയിട്ട് അവനെ പറഞ്ഞു വിട്ടു. പിന്നെ 3 പേരും കൂടി മുന്നോട്ട് നടന്നു. വിക്രം, അവനെ വെറുതെ വിട്ടത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? വിക്കി ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ അച്ചുവും അതേ ഭാവത്തോടെ അവനെ നോക്കി. പക്ഷേ വിക്രം വല്ലാത്തൊരു ചിരിയോടെ അവരെ നോക്കുക മാത്രം ചെയ്തു. അല്ല, അവൻ ഏതാ? വൈദുവും അവനുമായിട്ട് എന്താ ബന്ധം? വിക്കി ചോദിച്ചു. 3 വർഷം തൻ്റെ വീട്ടിൽ അവൾ ഉണ്ടായിട്ടും അവളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ കറുത്ത അധ്യായം തനിക്കറിയില്ല അല്ലേ വിക്രം? വിക്കിയെ നോക്കി കൈകെട്ടിക്കൊണ്ട് വിക്രം ചോദിച്ചപ്പോൾ വിക്കി വിളറിയൊരു നോട്ടം അവനെ നോക്കി. അച്ചുവാണ് അവനോട് പറഞ്ഞത് അന്നുണ്ടായ സംഭവം മുഴുവൻ. വിക്കി പകപ്പോടെ അവരെ നോക്കി. എന്നാൽ വിക്രം പുച്ഛത്തോടെ നോക്കുകയാണ് ഉണ്ടായത്. അമ്മമാരോട് ചാരു സംഭവം അബദ്ധത്തിൽ പറഞ്ഞു പോയിരുന്നു. പെട്ടെന്നതിനെ ഡ്രസ്സ് എടുത്ത് അവർ മടങ്ങിപ്പോയി. എന്നാൽ വിക്രം നേരെ പോയത് മറ്റൊരിടത്തേക്കായിരുന്നു. വൈദുവിനൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. വിക്രം അവിടുന്ന് എങ്ങോട്ടാണ് പോയതെന്ന്. അവൾ ആദിയോടെ അച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു. റൂമിൽ വാങ്ങിയ അനുവിൻ്റെ ഡ്രസ്സൊക്കെ വാർഡ്രോബിൽ മടക്കി വെക്കുകയായിരുന്നു അവൻ. ഏട്ടാ, വൈദു കട്ടളപ്പടിയുടെ അവിടെ നിൽക്കുന്നത് കണ്ട് അച്ചു തിരിഞ്ഞു നോക്കി. എന്താ മോളെ? ഡോക്ടർ എങ്ങോട്ടാ പോയത്? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇനി അവനോട് വഴക്കുണ്ടാക്കാൻ പോയതാവോ? വിക്രത്തിന്റെ സ്വഭാവം വെച്ച് അവൻ അങ്ങോട്ട് തന്നെ പോയതാണെന്ന് അച്ചുവിന് അറിയാമെങ്കിലും അവളെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കാൻ അവന് തോന്നിയില്ല. ഏയ് അല്ല മോളെ, അവൻ്റെ ഫ്രണ്ട് ആരോ എബ്രോഡിൽ നിന്ന് വന്നിട്ടുണ്ട്, അവനെ കാണാൻ പോയതാ. എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോയെന്നാ പറഞ്ഞത്. അതാണ് വിളിച്ചിട്ടെടുക്കാത്തത്. അച്ചു അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വൈദു ആശ്വാസത്തോടെ അവനെ നോക്കി. ഇപ്പോഴാ സമാധാനമായത്. അവരൊക്കെ നിസ്സാര ആളുകളല്ലേട്ടാ. ഒന്നിനെ തൊട്ടാൽ കടന്നൽ കൂട് ഇളകി വരുന്നത് പോലെ വരും, വൈദു പേടിയോടെ പറഞ്ഞു. അച്ചു അവളെ അടുത്തേക്ക് വിളിച്ചു. പിന്നെ അവളുടെ നെറുകയിൽ ഒന്ന് തലോടി. പേടിച്ചു പോയോ? അരിവോടെ അവൻ ചോദിച്ചപ്പോൾ അവൾ തല കുനിച്ചു. അയാളെ കാണുമ്പോൾ ഞാൻ ഇന്നും ആ 16 വയസ്സുകാരിയാണ് ഏട്ടാ. എനിക്കറിയില്ല, അത്രയ്ക്ക് ഭയമാണ്. തൊട്ടു മുന്നിൽ ഇങ്ങനെ അയാളുടെ ശ്വാസം. വൈദു കണ്ണുകൾ ഇറുക്കി അടച്ചു. സാരമില്ല, അവൻ ആവശ്യത്തിന് കിട്ടിയല്ലോ, ഇനി പേടിക്കണ്ട കേട്ടോ, അച്ചു അവളെ ആശ്വസിപ്പിച്ചു. RM അസോസിയേറ്റ്സിന്റെ പഴയൊരു കെട്ടിടത്തിൽ ഇരമ്പലോടെ വിക്രത്തിന്റെ കാറ് വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയവൻ ഇൻഷർട്ട് ചെയ്തത് ആദ്യം അഴിച്ചിട്ടു. പിന്നെ ഷർട്ടിന്റെ കൈകൾ മേലോട്ട് കയറ്റിവെച്ച് അകത്തേക്ക് നടന്നു. എവിടെ? അകത്തുണ്ട് സർ. അവനെ കണ്ടപ്പോൾ ഇറങ്ങി വന്ന് 2 ചെറുപ്പക്കാരെ നോക്കി ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു. അകത്തൊരു മുറിയിൽ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നൊരു രൂപം. ചുണ്ടുപൊട്ടി ചോരയൊഴുകി ഉണങ്ങിയ പാടുണ്ട്. മുഖത്തിന്റെ ഒരു വശം കരുവാളിച്ച് കിടപ്പുണ്ട്. വിക്കിയുടെ അടി അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു എന്നത് മനസ്സിലാക്കാം. വിക്രം ഒരു കസേര വലിച്ചു നീക്കി അവന്റെ മുന്നിലിരുന്നു. കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഒരു മുളം തടി കൊണ്ട് അവന്റെ താടി ഉയർത്തി അവനെ നോക്കി. റസീം മുഹമ്മദ്, ഇങ്ങോട്ട് നോക്ക്. അത്രയ്ക്ക് ക്ഷീണമാണോ നിനക്ക്? വിക്രം പുച്ഛത്തോടെ ചോദിച്ചപ്പോൾ കണ്ണുകൾ വലിച്ചു തുറന്നവൻ വിക്രത്തെ നോക്കി. എന്നെ അഴിച്ചുവിടറാ പൊന്ന മോനെ, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അവൻ മുരണ്ടപ്പോൾ വിക്രം ചുണ്ടുകോട്ടി ഒരു ചിരി ചിരിച്ചു. ഞാൻ ആരാണെന്ന് നിനക്കും അറിയില്ല റസീം, അറിയിച്ചു തരാം ഞാൻ. വിക്രം കണ്ണു കാണിച്ചപ്പോൾ കൂടെ നിന്നവർ പുറത്തേക്ക് പോയിരുന്നു. നിന്നെ എനിക്കറിയാം. ഞാൻ ആദ്യം മോഹിച്ച പെണ്ണിൻ്റെ കെട്ടിയവനല്ലേ നീ? എന്തൊരു പെണ്ണായിരുന്നു എന്നറിയാമോ നിനക്ക്? ഇങ്ങനെയല്ല, അവളുടെ തന്തയുണ്ടായിരുന്ന സമയത്ത് ഒരു കുടുക്ക പോലെ.
ആ കവിളുകൾ എപ്പോഴും ചുവന്നിരിക്കും. പിടിച്ചൊരു കടി കൊടുക്കാൻ തോന്നും. അന്നെൻ്റെ കയ്യിൽ കിട്ടിയതായിരുന്നു. പക്ഷേ അതിനു മുൻപ് അവളുടെ ഏട്ടനൊരുത്തനുണ്ട്, അവനിങ്ങ് കയറി വന്നു. നിരാശയോടെ പറയുന്നവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി വിക്രം. കസേരയടക്കം അവൻ പിന്നിലേക്ക് മലർന്നു വീണു. എന്നോട് എൻ്റെ പെണ്ണിനെ വർണ്ണിക്കുന്നോടാ നാറി. വിക്രം പുഷ്പം പോലെ കസേരയടക്കം അവനെ തൂക്കിയെടുത്ത് നേരെ ഇരുത്തി. അവനൊരു പുച്ഛച്ചിരിയോടെ വിക്രത്തെ നോക്കി. ഞാൻ ആദ്യം തൊട്ട പെണ്ണാണ് ഇപ്പോൾ നിന്റെ ഭാര്യ. കുടലിയോട് പറഞ്ഞുകൊണ്ടവൻ വിക്രത്തെ നോക്കി. പക്ഷെ നെഞ്ചിൽ കൈകെട്ടി ഒരു നിൽപ്പുണ്ടവിടെ. തൊട്ടെന്ന് നിനക്കുറപ്പുണ്ടോ? മുന്നിലേക്ക് ആഞ്ഞ് അമർത്തിയൊരു ചോദ്യം. ഭയം അവനിൽ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു. പറയടാ, നീ ആദ്യം തൊട്ട പെണ്ണാണ്, നിനക്ക് ഉറപ്പുണ്ടോ എന്ന്? അതെന്നെ ഒന്നും ചെയ്യല്ലേ. അവൻ്റെ സ്വരം ദയനീയമായി ഇത്തവണ. നിനക്ക് മുന്നിൽ പേടിച്ചു കരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞൊരു പെൺകുട്ടിയെ നിനക്കപ്പോൾ ഓർമ്മ വന്നോ? നിന്റെ അനുജീയത്തിയുടെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ? വിക്രം അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ അന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നെന്തായിരുന്നു അവിടെ? വിക്രം അവൻ്റെ കെട്ടഴിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ പെട്ടെന്ന് ചാടി എണ്ണിട്ട് ഓടാനാഞ്ഞതും വിക്രം പിന്നിൽ നിന്നും അവനെ ചവിട്ടി വീഴ്ത്തി. അവൻ കമിഴ്ന്നടിച്ച് വീണുപോയി. രക്ഷപ്പെടാൻ ഇത്രയ്ക്ക് തിടുക്കമാണ് നിനക്ക്? അവനെ വലിച്ചെണ്ണീപ്പിച്ച് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. നീ എന്താ കരുതിയത്? ഒന്നും അറിയാതെയാണ് ഞാൻ അവളെ കൂടെ കൂട്ടിയതെന്നാണോ? റസീം ഒരു ഞെട്ടലോടെ അവനെ നോക്കി. രോഗികളെ ചികിത്സിക്കാൻ മാത്രമല്ല, ആരോഗ്യമുള്ള ഒരുവനെ രോഗിയാക്കാനും ഒരു ഡോക്ടർക്ക് കഴിയും. ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ പറഞ്ഞ പൊരുൾ തിരിച്ചറിഞ്ഞപ്പോൾ അത്യധികം ഭയത്തോടെ അവൻ വിക്രത്തെ നോക്കി. പക്ഷേ ഞാനത് ചെയ്യില്ല. മെഡിക്കൽ എത്തിക്സിന് എതിരായതുകൊണ്ട് തന്നെ. നിന്നെ പ്രതീക്ഷിച്ച് ഒരു കുടുംബമുണ്ട്. നിനക്ക് അവരെ വേണ്ടെങ്കിലും പ്രായം ചെന്നൊരു അമ്മയില്ലേ നിനക്ക്. ഇനിയുള്ള കാലം അവർക്ക് വേണ്ടി നീ ജീവിച്ചാ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അതല്ല, ഇനിയും ഇതുപോലെയാണ് നീ മുന്നോട്ട് പോകുന്നെങ്കിൽ നീ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ അവിടുന്ന് പൊക്കാൻ വരും. ഇനി എൻ്റെ പെണ്ണിൻ്റെ നിഴൽ വെട്ടത്ത് നിന്നെ കാണരുത്, മനസ്സിലായോ? വേണമെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് എനിക്ക് തീർക്കാൻ പറ്റും. പക്ഷെ ഞാനത് ചെയ്യില്ല. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് വിക്രം കണ്ടു. പിന്നെ അവൻ്റെ ഷർട്ടൊക്കെ നേരെയാക്കി ഇട്ടുകൊടുത്ത് അവനെ നോക്കി. തല കുനിച്ച് നിൽപ്പുണ്ട്. വാതിൽ തുറന്നു കൊടുത്തപ്പോൾ പുറത്തു നിന്നവർ അകത്തേക്ക് കയറി. എവിടുന്നാണോ പൊക്കിയത് അവിടെ തന്നെ കൊണ്ടുപോയി വിട്ടേക്ക്. അവന്മാർ തലയാട്ടിക്കൊണ്ട് അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് നടന്നു. റസീം തിരിഞ്ഞു നോക്കി. നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവനെ തന്നെ നോക്കുകയാണ് വിക്രം. ഒരു മിനിറ്റ്. റസീം അതും പറഞ്ഞ് അവനെ തിരിഞ്ഞു നോക്കി. സാർ എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ ഒരു ശല്യത്തിനും വരില്ല. അവൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെയായ നിനക്ക് നല്ലത്. സമാധാനമാണെങ്കിൽ ഞാൻ ഗാന്ധിജിയുടെ പാതയാണ്, അല്ലെങ്കിൽ ഹിറ്റ്ലർ ആവാനും എനിക്ക് കഴിയും. ഓർമ്മ വെച്ചോ നീ. വിക്രം അവനെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അവരെയും കൊണ്ട് പോയപ്പോൾ വിക്രം വീട്ടിലേക്ക് തിരിച്ചു. 9 മണിയായിട്ടും അവൻ വരാതെയായപ്പോൾ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ. സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഒരു കുതിപ്പോടെ അവൾ താഴേക്ക് ചാടി. കാറിൽ നിന്ന് ഷർട്ട് നേരെയാക്കി മുടിയൊന്ന് ഒതുക്കിക്കണ്ടവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ടു തന്നെയും നോക്കി നിറമിഴിയോടെ വാതിൽപ്പടിയിൽ നിൽക്കുന്നവളെ. എന്താ, പേടിച്ചു പോയോ? അലിവോടെയുള്ള ആ ചോദ്യത്തിനൊപ്പം അവൾ അവനെ വരിഞ്ഞു മുറുക്കിയിരുന്നു. എവിടെയായിരുന്നു? ഏട്ടൻ പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ ഞാൻ കരുതി അയാളെ തിരക്കി. വൈദു മുഖമുയർത്തി അവനെ നോക്കി. ഞാനെന്താ സിനിമയിലെ പോലെ ഹീറോ ആണെന്ന് കരുതിയോ പോയി തല്ലാൻ? അവൻ കുസൃതിയോടെ ചോദിച്ചപ്പോൾ അവളുടെ മുഖം വേർത്തു. അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങനെയാണ്, ഭയങ്കര ജാടയാ. അവൾ പരിഭവത്തോടെ നേരെ നിന്ന് അകത്തേക്ക് നടന്നു. നേരെ റൂമിലേക്കാണ് രണ്ടുപേരും പോയത്. അവളുടെ പിന്നിയിട്ട മുടിയിലൊന്ന് വലിച്ചപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലിടിച്ചു നിന്നു. ഞാനെന്താ പോയി തല്ലണമായിരുന്നോ? അവന് കൊടുക്കാനുള്ളത് നിന്റെ സിനിമ നടൻ കൊടുത്തല്ലോ. വിക്രം കപട ഗൗരവത്തോടെ പറഞ്ഞു. എൻ്റെ സിനിമ നടനൊന്നുമല്ല. അവളുടെ മുഖം വീർത്തുപോയി. ഞാൻ പോയി ഫ്രഷായി വരുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യ എനിക്ക് ഫുഡ് എടുത്തു വെക്ക്. അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ ടവലും എടുത്ത് വാഷ്റൂമിൽ കയറിപ്പോയി. വൈദു നേരെ താഴേക്ക് പോയി ഫുഡ് എടുത്തു വെച്ചു. എല്ലാവരും നേരത്തെ കിടന്നിരുന്നു. രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിച്ചു. പോയി കടന്നു, ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് വരാം. വിക്രം അവളോട് പറഞ്ഞിട്ട് അച്ചുവിൻ്റെ റൂമിലേക്ക് പോയി. ബെഡൊന്ന് കുടഞ്ഞു വിരിച്ചുകൊണ്ട് വൈദു കയറി കിടന്നു. ഓർമ്മയിലെല്ലാം അയാളുടെ ആ കണ്ണുകളും മുഖവുമാണ്. അവൾ മുഖം വെട്ടിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. അച്ചു ഏതോ ഫയലുകൾ നോക്കുമ്പോഴാണ് വിക്രം വന്നവൻ്റെ ബെഡിൽ കിടന്നത്. കൊടുക്കേണ്ടതൊക്കെ കൊടുത്തോ? അവനെ നോക്കാതെ തന്നെ അച്ചു ചോദിച്ചു. കൊടുത്തു. കൂട്ടത്തിൽ കുറച്ച് ഉപദേശവും. നന്നായില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. നീ ഇപ്പം മദർ തെരേസയുടെ പാത സ്വീകരിച്ചോ കുഞ്ഞ? അച്ചു ഒരു ചിരിയോടെ അവന് നേരെ തിരിഞ്ഞിരുന്നു. കുടുംബമായി പോയില്ലേ ഏട്ടാ? അവനൊരു പുഞ്ചിരിയോടെ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. സിനിമയിൽ ആക്ടിങ് മാത്രമായതുകൊണ്ടായിരിക്കും. നേരിട്ടൊരു അവസരം കിട്ടിയപ്പോൾ
വിക്രം അത് മുതലാക്കിയത്. അവൻ്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പാറിയത് ഞാൻ കണ്ടു. എന്തൊരടിയായിരുന്നു, അച്ചു ചിരിയോടെ പറഞ്ഞു. അവൻ്റെ കവളിൽ ബ്ലഡ് കോട്ടായി കിടപ്പുണ്ട്. മൊത്തത്തിലൊന്ന് പുഴുങ്ങിയെടുത്താലേ ആ ബോഡി കൊണ്ട് ഇനി കാര്യമുള്ളൂ, വിക്രം ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു. മോൾക്ക് നല്ല പേടിയുണ്ട്, അതൊക്കെ ഞാൻ മാറ്റിക്കോളാം. അനുവിനെ വിളിച്ചോ? അച്ചു അവനെ ഒന്നും മിണ്ടാതെ നോക്കി. ഏട്ടൻ പൂർണ്ണ മനസ്സോടെയാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെയും വൈദ്യുവിൻ്റെയും കാര്യം പോലെ അല്ലല്ലോ ഇത്. കുറച്ച് സമയമെടുക്കും ഒന്ന് സെറ്റാവാൻ. അവൾക്കിപ്പോൾ സന്തോഷമായില്ലേ? അത് മതിയടാ. ഏതോ ഒരുവൻ്റെ വീട്ടിൽ കിടന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാളും നല്ലതല്ലേ ഇവിടെ. മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കൂടെ കൂട്ടാവൂ. വിക്രം അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. അച്ചു അവനെ കൂർപ്പിച്ചു നോക്കി. നിനക്ക് വൈദ്യുവിനെ എപ്പോൾ ഇഷ്ടമായിരുന്നോ? വിക്രം ഒരു ചിരി ചിരിച്ചു. പിന്നെ എണീത്തുന്നു മോരി നിവർന്ന് അവനെ നോക്കി. എവറിതിങ് ഈസ് എ പ്ലാൻ മാൻ. അച്ചു അവനെ മിഴിച്ചു നോക്കി. എന്നുവെച്ചാ? ആർക്കും കൊടുക്കാതെ പരുന്ത് റാഞ്ചുക എന്ന് കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണത്? കാരണം ഏറ്റവും വലിയ ശക്തിയും ബുദ്ധിയും ഉള്ളത് അതിന് തന്നെയല്ലേ. ഏറ്റവും ഉയരത്തിൽ പറക്കാനും വേറൊന്നിനും തൊടാൻ കഴിയാത്തതും അതിനെയല്ലേ. തെളിച്ചു പറക്കുഞ്ഞ, അച്ചു ഗൗരവത്തിൽ അവനെ നോക്കി ചോദിച്ചു. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഗുഡ് നൈറ്റ്. വിക്രം ഒരു ചിരിയോടെ ഇറങ്ങിപ്പോയപ്പോൾ അച്ചു അവൻ പറഞ്ഞ വാക്കുകൾ ആലോചിക്കുകയായിരുന്നു. ആർക്കും കൊടുക്കാതെ പരുന്ത് റാഞ്ചുക എന്ന് കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണത്? കാരണം ഏറ്റവും വലിയ ശക്തിയും ബുദ്ധിയും ഉള്ളത് അതിന് തന്നെയല്ലേ. ഏറ്റവും ഉയരത്തിൽ പറക്കാനും വേറൊന്നിനും തൊടാൻ കഴിയാത്തതും അതുകൊണ്ടല്ലേ. അതിനർത്ഥം വൈദ്യുവിനവൻ ആർക്കും വിട്ടുകൊടുക്കാതെ സ്വന്തമാക്കിയെന്നല്ലേ. അപ്പോൾ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അവൻ്റെയും കൂടി പ്ലാനായിരുന്നു ഈ വിവാഹം. എടക്കള്ള, ഞാനെന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു അവൻ്റെ ജാട? അവളെ ഇഷ്ടമല്ല, അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സമ്മതിച്ചത്. അച്ചു ചിരിയോടെ താടി തഴുകിക്കൊണ്ട് ഓർത്തു. വിക്രം റൂമിലെത്തുമ്പോൾ വൈദു ഉറങ്ങിയിരുന്നു. ഏറെ പ്രണയത്തോടെ ഇഷ്ടത്തോടെ അവൻ അവളെ നോക്കി. ആദ്യമായി അവളെ കണ്ടതു മുതലുള്ള നിമിഷങ്ങൾ വിക്രത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പതിയെ കുനിഞ്ഞ് അവളുടെ നെറുകയിൽ ഒന്ന് ചുണ്ടു ചേർത്ത് അവളെ പുഞ്ചിരിയോടെ നോക്കി. നീ ഇനിയൊരു പ്രണയം ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ശബ്ദമെടുത്ത എൻ്റെ മനസ്സിലേക്ക് ഒരു സ്കൂട്ടറുമായി ഇടിച്ചു കയറി വന്നവളാ നീ. ഇപ്പം കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്. വിക്രത്തിന് ചിരി വന്നു. സാരി അല്പം തെന്നി മാറിക്കിടന്നതിനാൽ അനാവൃതമായ വയറിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. ഈ പെണ്ണനെ വഴി തെറ്റിക്കും. വിക്രം ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് കയറി കിടന്നു. അവൻ്റെ സാമീപ്യം അറിഞ്ഞതുപോലെ വൈദു വന്ന് കുറുകിക്കൊണ്ട് അവനോട് ഒട്ടിക്കിടന്നു. കിടക്കാൻ കാത്തിരിക്കുകയായിരുന്നു അവൾ നെഞ്ച് തലയിടയാക്കാൻ. വിക്രം കുസൃതി ചിരിയോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ മുകർന്നു. രാവിലെ വിക്രത്തോടൊപ്പം ജോഗിങ്ങിന് പോകാൻ അച്ചുവും ഉണ്ടായിരുന്നു. ഇതെന്താ പതിവില്ലാതെ? ജോഗിങ് ഡ്രസ്സ് ഇട്ട് വരുന്നവനെ നോക്കി വിക്രം സംശയത്തോടെ ചോദിച്ചു. അതെന്താടാ, എനിക്ക് വന്നൂടെ? അച്ചു ചുണ്ടുകൊട്ടി പറഞ്ഞപ്പോൾ വിക്രം കണ്ണു കൂർപ്പിച്ച് നോക്കിയിട്ട് അവനൊപ്പം പുറത്തേക്ക് നടന്നു. റെസിഡന്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇടറോഡുകൾ ഉണ്ടായിരുന്നു അവിടെ. രാവിലെ ഒരുപാട് പേർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വിക്രമും അച്ചുവും പതിയെ നടക്കുകയാണ്. ഏട്ടന് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? നടക്കുന്നതിനിടയിൽ വിക്രം ചോദിച്ചപ്പോൾ അച്ചു അടുത്തിട്ടിരുന്ന സിമെന്റ് ബെഞ്ചിലേക്ക് ഇരുന്നു. വിക്രമും അവനൊപ്പം ഇരുന്നു. നീ ഇന്നലെ രാത്രി പറഞ്ഞ കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. അപ്പോൾ വൈദ്യുവിനെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് നീ വിവാഹം കഴിച്ചതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്ന സംശയമൊന്നും തീർത്തു കൊടുക്കാതിരുന്നത്? വിക്രം ബെഞ്ചിൽ ചാരിയിരുന്ന് കൈ നീട്ടിവെച്ച് അച്ചുവിനെ നോക്കി. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്ന് എന്നെനിക്ക് തോന്നുന്നില്ല കേട്ടാ. കാരണം ഒരു വിവാഹ ജീവിതം പരാജയപ്പെട്ടവളാണ്. ഇനിയും അത് സംഭവിക്കുന്ന പേടിയുണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടം പറയാതിരുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. ഉർവശിക്ക് എന്നോടാണ് ആദ്യം ഇഷ്ടം തോന്നേണ്ടത് എന്നൊരു കുഞ്ഞു വാശി. ഞാൻ ആദ്യം ഇഷ്ടം പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ മനസ്സിലുള്ള യഥാർത്ഥ ഫീലിങ്സ് പുറത്തു വരില്ല. ഇപ്പോൾ അങ്ങനെയല്ല, അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുതന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. അച്ചു അവനെ സൂക്ഷിച്ചു നോക്കി. പണ്ടേ കുറുക്കൻ്റെ ബുദ്ധിയാണ്. ഇനി ഏട്ടന് വല്ലതും ചോദിക്കാനുണ്ടോ? അച്ചു ഒന്നുമില്ലെന്ന് തലയാട്ടി. എന്നാ എനിക്ക് പറയാനുണ്ട്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഏട്ടൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി കൂടി കടന്നു വരാൻ. അച്ചു അതിന് എന്ന ഭാവത്തിൽ അവനെ നോക്കി. വിക്രം ഉർവശിയോട് കാണിച്ചതുപോലെ അനുവിനോട് ബിഹേവ് ചെയ്യരുത്. ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മുടെ കൈപിടിച്ചു വരുന്ന പെൺകുട്ടിയെ വേദനിപ്പിക്കാതിരിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. കുഞ്ഞ, അങ്ങനെ ചെയ്യുന്നവനാണ് ഞാനെന്ന് കരുതിയോ നീ? അച്ചു നീരസത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാദ്യം. അനുവിനാണ് ഏട്ടനോട് പ്രണയം. പക്ഷേ ഏട്ടനിപ്പോൾ അവൾക്ക് വേണ്ടിയാണ് വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ.
പലവട്ടം ഏട്ടൻ്റെ മനസ്സ് നീറ്റിയ കാര്യമായിരുന്നു അനുവിനെ അന്ന് വിവാഹം കഴിക്കാൻ വന്നവൻ ഒരു ഫ്രോഡാണെന്നത്. ഏട്ടനോടുള്ള അവളുടെ പ്രണയം കാരണമാണ് അങ്ങനെ സംഭവിച്ചത് എന്ന കുറ്റബോധം വേട്ടയാടി തുടങ്ങിയപ്പോഴാണ് അവളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയത്. എന്താ ശരിയല്ലേ? വൈദുവിനും കൊടുക്ക്. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് തിന്നും, ചാരു കുറുമ്പോടെ പറഞ്ഞു. എന്ന തിന്ന്, അവൾക്ക് അവളുടെ കെട്ടിയവൻ വേറെ കൊണ്ട കൊടുക്കും അല്ലടാ ഷാജഹാനെ. അച്ചു കളിയാക്കി വിളിച്ചപ്പോൾ വിക്രം അവനെ കൂർപ്പിച്ചു നോക്കി. വന്നോ? വൈദു അപ്പോഴേക്കും രണ്ടുപേർക്കുമുള്ള ഗ്രീൻ ടീയുമായി വന്നിരുന്നു. വിക്രം അവളെ വധിവരാത്തതുപോലെ. ഞാൻ പറയുന്നത്, വിവാഹത്തിന് മുൻപ് ഏട്ടൻ അനുവിനെ കണ്ട് തനിച്ച് സംസാരിക്കണം. വിവാഹരാത്രി വരെ കൊണ്ടെത്തിക്കാൻ നിൽക്കണ്ട. ആദ്യ രാത്രി മനസ്സ് തുറക്കുന്ന ക്ലീശയ പരിപാടി നമുക്ക് വേണ്ട. ഏട്ടന് സമയം വേണമെന്നും കാത്തിരിക്കാമോ എന്നും അതുവരെ ഫ്രണ്ട്സായി നമുക്ക് ജീവിക്കാമെന്നും ഏട്ടൻ അനുവിനോട് പറയണം. കാരണം നേരത്തെ അങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമം തോന്നില്ല. വിക്രം ഉർവശിയോട് കാണിച്ചത് അങ്ങനെയായിരുന്നില്ല. അത് ഓർമ്മ വെച്ചുകൊണ്ട് വേണം അനുവിനോട് സംസാരിക്കാൻ. വളരെ ഫ്രണ്ട്ലി ആയിട്ട് വേണം സംസാരിക്കാൻ. നല്ല കുട്ടിയാണ്, മനസ്സിലാക്കാൻ അവൾക്ക് പറ്റും. അച്ചു വിക്രത്തെ കെട്ടിപ്പിടിച്ചു. വിക്രം ഒരു പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. പ്രായം കൊണ്ട് മൂത്തത് ഞാനാണെങ്കിലും കാര്യപ്രാപ്തി കൊണ്ട് നീ എൻ്റെ ചേട്ടനാ, അച്ചു കളിയായി പറഞ്ഞപ്പോൾ വിക്രം അച്ചുവിൻ്റെ ചുമലിലൊന്ന് തട്ടി. തിരിച്ചു പോരുമ്പോൾ വഴിയിൽ ഒരിടത്ത് നിന്നിരുന്ന ഞാവൽപ്പഴം പറിച്ചെടുത്തുകൊണ്ടാണ് അച്ചു വീട്ടിലേക്ക് പോയത്. ചാരുവിൻ്റെ കയ്യിൽ അത് വെച്ച് കൊടുത്ത് അവളുടെ തലമുഴിയിൽ പിടിച്ചെന്ന്, വൈദുവിനും കൊടുക്ക്. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് തിന്നും, ചാരു കുറുമ്പോടെ പറഞ്ഞു. എന്ന തിന്ന്, അവൾക്ക് അവളുടെ കെട്ടിയവൻ വേറെ കൊണ്ട കൊടുക്കും അല്ലടാ ഷാജഹാനെ. അച്ചു കളിയാക്കി വിളിച്ചപ്പോൾ വിക്രം അവനെ കൂർപ്പിച്ചു നോക്കി. വന്നോ? വൈദു അപ്പോഴേക്കും രണ്ടുപേർക്കുമുള്ള ഗ്രീൻ ടീയുമായി വന്നിരുന്നു. വിക്രം അവളെ വധിവരാത്തതുപോലെ നോക്കി. കുളിച്ച് പച്ച കോട്ടൺ സാരി ഉടുത്ത് തലയിൽ തോർത്ത് ചുറ്റിക്കെട്ടി നെറുകയിൽ കട്ടിക്ക് സിന്ദൂരവും ചാർത്തി. വിക്രം പല്ലിനിടയിൽ ഇട്ട് ഒന്ന് പിറുപിറുത്തു. ചോരയുറ്റി കൊല്ലാതെ കൊതുവേ, ചാരു ഉറക്ക പറഞ്ഞപ്പോൾ വിക്രം അവളെ കണ്ണു കുറുക്കി നോക്കി. അത് പിന്നെ ഇവിടെ ഭയങ്കര കൊതുക്, അവൻ അടിച്ചു കൊല്ലും മുൻപ് മാറി നിൽക്കടി കൊതു, അച്ചു കളിയാക്കി പറഞ്ഞിട്ട് വൈദുവിൻ്റെ കയ്യിൽ നിന്ന് കപ്പും വാങ്ങി മുകളിലേക്ക് പോയി.